ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 338. 63ാമത്തെ ഉപനിഷത്തായിട്ട് നമ്മൾ ചാന്തോക്യ ഉപനിഷത്താണ് നോക്കുന്നത്. അതിൽ അധ്യായം 1 ഖണ്ഡം 12 ഇന്ന് നോക്കുന്നത്. ഈ ഖണ്ഡം 12 പട്ടികളുടെ ശാക്കളുടെ പ്രാർത്ഥനയാണ്, ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. അവരും മന്ത്രങ്ങളെല്ലാം ഉരുവിടുകയാണ്. അവരിൽ ഋഷികളെല്ലാം ഉണ്ടോ എന്നുള്ള തോന്നലുണ്ട് ഇവിടെ ഇത് വായിച്ചു നോക്കുമ്പോൾ. അപ്പോൾ അവരും മന്ത്രം ഉരുവിടുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളെല്ലാം കിട്ടുന്നതായിട്ട് പറയുന്നില്ല. അങ്ങനെ മന്ത്രങ്ങൾ ഉരുവിടുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ശ്വാക്കളാൽ കണ്ടുപിടിക്കപ്പെട്ട ഉദ്ഗീതത്തെ പറ്റിയാണ് പറയുന്നത്. ഉദ്ഗീതം എന്ന് പറഞ്ഞാൽ അവർ ഉദ്ഘോഷിക്കുന്നത്. അവരാരെയാണ് ഉദ്ഘോഷിക്കുന്നത്? നമ്മളെ മനസ്സിൽ ഏറ്റവും ഉയർന്ന ദേവൻ എന്നെല്ലാം പറയുന്നത് നമ്മളടക്കം തന്നെ പലയുണ്ട്. ചിലവർ നമ്മൾ ബ്രഹ്മം എന്ന് പറയുമ്പോൾ ചിലവർ യഹോവ, ചിലവർ അള്ള, ചിലവരൊക്കെ ആണെങ്കിൽ ഇഷ്ടംമാതിരി ദേവതകൾ കുറേയാണ്. ഇങ്ങനെയുള്ള സങ്കല്പത്തിലാണ് പോകുന്നത്. അപ്പം ഈ പട്ടികൾക്കും ഇതെല്ലാം കാണുമല്ലോ. അപ്പം അവരുടേതാരാണ്, അവരെങ്ങനെയാണ് ഉപാസിക്കുന്നത് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. അവർ ആ ശക്തി വിശേഷത്തെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതിൽ ദൽബൻ്റെ പുത്രനായ ഭഗനോ, പട്ടികളുടെ കാര്യം പറയാണ്. പേരെല്ലാം നമ്മളെ പോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ദൽബൻ്റെ പുത്രനായ ഭഗനോ, മിത്രയുടെ പുത്രനായ ഗ്ലാവൻ, രണ്ടുപേരാണ്. അവർക്കും അച്ഛനും അമ്മയെല്ലാം ഉണ്ട്. നമ്മളെന്തോ അവരിൽ നിന്നല്ല വലിയ എന്തോ ആണെന്നല്ല തോന്നേണ്ട ഒന്നുമില്ല. അവർക്കും അച്ഛനും അമ്മയും പാരമ്പര്യമെല്ലാം ഉണ്ട്. അപ്പൊ അവർ സ്വയം പഠിക്കുവാനായിക്കൊണ്ട് ഒരു വിജനമായ സ്ഥലത്തെത്തി. അവരങ്ങനെ അലഞ്ഞിട്ട് ഒരു വിജനമായ സ്ഥലത്തെത്തി. പട്ടികൾ അലഞ്ഞാൽ വിജനമായ സ്ഥലത്തെല്ലാം നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അതിലൊന്നും വേറെ അതിശയമൊന്നുമില്ല. അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു ഋഷിയുടെ മുൻപിൽ ഒരു ശ്വാവ് പ്രത്യക്ഷമായി. ഒരു ശ്വാവ് പ്രത്യക്ഷമായപ്പോൾ ഋഷികൾ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വേറെ കക്ഷികളാണ്. ഒരു വെളുത്ത ശ്വാവാണ് പ്രത്യക്ഷപ്പെട്ടത് അവരുടെ മുമ്പിൽ. അവിടെ ഇരിക്കുന്ന വേറെ ചില പട്ടികളുടെ മുമ്പിൽ ഋഷി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വെളുത്ത ശ്വാവ് പ്രത്യക്ഷപ്പെട്ടു. മറ്റ് ശാക്കളെല്ലാം അവൻ്റെ ചുറ്റും കൂടി ഇരുന്നു കൊണ്ട് പറഞ്ഞു, ഭഗവാനെ, ഭഗവാനായ അങ്ങ്, അവർക്ക് ഇദ്ദേഹം ഭഗവാനാണ്, ഭഗവാനായ അങ്ങ് ഗാനം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അന്നം ഉണ്ടാക്കി തരണം. ഗാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മന്ത്രം ഉരുവിടുക, വേദമന്ത്രങ്ങൾ. ഗാനം എന്നെല്ലാം പറയുമ്പോൾ വേദമന്ത്രങ്ങളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രീയമായിട്ട് വേദമന്ത്രങ്ങളെല്ലാം ഉരുവിട്ടിട്ട് അങ്ങ് നമുക്ക് എന്ത് വേണം? ഭക്ഷണം ഉണ്ടാക്കി തരണം, അന്നം ഉണ്ടാക്കി തരണം, നമുക്ക് തിന്നേണ്ടത് ഉണ്ടാക്കി തരണം. നമ്മൾ വളരെ വിശന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാവിലെ എൻ്റെ അടുക്കൽ, അതായത് ഈ വെളുത്ത ഷാവിൻ്റെ അടുക്കൽ രണ്ടുപേര്, നേരത്തെ പറഞ്ഞ രണ്ട് കക്ഷികൾ, മിത്രനും അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നാളെ രാവിലെ അവിടെ വരിക, അവരും അവിടെ ഉണ്ട്. നമുക്ക് രാവിലെ വന്നിട്ട് മന്ത്രമെല്ലാം ഉരുവിടാം. അപ്പോൾ അവിടെ എൻ്റെ അടുത്ത് രാവിലെ വേറെ രണ്ട് കക്ഷികൾ വന്നിരുന്നു. അവരുടെ പേരെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കക്ഷികൾ. ഉദ്ഗീതത്തെ പറ്റിയെല്ലാം ഉയർന്ന ആ ദേവത ഈശ്വരനെ പറ്റിയുള്ള ചിന്തയോടുകൂടി എത്തിച്ചേർന്നവരുണ്ടല്ലോ വിജനമായ സ്ഥലത്ത്.
അവരിവരുടെ മുമ്പിൽ അവരുടെ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ വെളുത്ത ഷാവിൻ്റെ മുമ്പിൽ എത്തിയിരുന്നു. അതുകൊണ്ട് അവരവിടെ ഉണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രാവിലെ അവിടെ വരിക, നമുക്ക് അവിടെ ഇരുന്നിട്ട് ഗാനമെല്ലാം ചെയ്യാം. അങ്ങനെ പിറ്റേന്ന് ഇവരെല്ലാം അവിടെ പോയി. അവരെല്ലാം ഇദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടിയിരുന്നു കൊണ്ട്, പട്ടികൾ വട്ടത്ത് കൂടിയിരുന്ന് കണ്ടിട്ടില്ല, കൂടിയിരുന്നു കൊണ്ട് അവർ ഹിം എന്ന മന്ത്രം പുറപ്പെടുവിച്ചു. പ്രാർത്ഥിക്കുകയാണ്. ഹിം, പട്ടികൾ ഹിം എന്ന മന്ത്രം ഉച്ചരിക്കുന്ന കണ്ടിട്ടില്ല. ഇതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അവർ പ്രാർത്ഥിച്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ പ്രാർത്ഥിച്ച മന്ത്രം ഇതാണ്: ഓം ഞങ്ങൾ രക്ഷിക്കപ്പെടട്ടെ. ഓം. പട്ടികളിൽ നിന്നും ഇങ്ങനത്തെ ശബ്ദമെല്ലാം വരുന്നുണ്ട് എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. ഞങ്ങൾ രക്ഷിക്കപ്പെടട്ടെ. ഓം ഞങ്ങൾ പാനം ചെയ്യപ്പെടുമാറാകട്ടെ, നമുക്ക് പാനം ചെയ്യാൻ പറ്റട്ടെ. ഓം ദ്വേഹനം ചെയ്യുന്ന ഭഗവാനും, അതായത് നമ്മളെ നോക്കി നടക്കുന്ന എല്ലാ ഭഗവാനും, വൃഷ്ടി നൽകുന്ന വരുണനും, വൃഷ്ടി നൽകുന്നതെന്ന് പറഞ്ഞാൽ മഴ പെയ്യിപ്പിക്കുന്ന വരുണനും, പ്രജകളെ പാലിക്കുന്ന പ്രജാപതി, അവർക്ക് ഈ ദേവന്മാരെല്ലാം ഉണ്ട്, അവരെല്ലാണ് അവർ പ്രാർത്ഥിക്കുന്നത്. പ്രജകളെ പാലിക്കുന്ന പ്രജാപതിയും എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ആ സൂര്യഭഗവാനും, അവർക്കും എല്ലാം സൂര്യൻ തന്നെയാണല്ലോ രക്ഷയാകുന്നത്. ഞങ്ങൾക്ക് അന്നം നൽകട്ടെ. ഇവരെല്ലാം കൂടിയിട്ട്, വരുണനും എല്ലാം കൂടിയിട്ട് നമുക്ക് അന്നം നൽകട്ടെ. എല്ലാ അന്യത്തിൻ്റെയും അധിപന്മാരായ അങ്ങ് ഭഗവാനെ, എല്ലാ അന്നത്തിൻ്റെയും അധിപന്മാരായ ഭഗവാന്മാരെ, ഇവരെല്ലാം ഭഗവാന്മാരാണ്, അങ്ങ് ഞങ്ങൾക്ക് അന്നം നൽകുക. അപ്പോൾ അവർ പ്രാർത്ഥിച്ച ഉദ്ഗീതമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം കാണുന്ന വലിയ വലിയ ഉയർന്ന നിലയിലുള്ള ദേവന്മാർ ഇവരെല്ലാം. ആർക്ക്? പട്ടികൾക്ക്. അപ്പോൾ അവരോട് പ്രാർത്ഥിക്കുകയാണ്. ആരോടെല്ലാം? ഞങ്ങളെ രക്ഷിക്കുന്ന ദേവന്മാര്, മഴ പെയ്യിപ്പിക്കുന്ന വരുണൻ, പ്രജകളെ പരിപാലിക്കുന്ന പ്രജാപതി, എല്ലാറ്റിനെയും നോക്കി സംരക്ഷിക്കുന്ന ആ ശക്തി വിശേഷം, അവർ ആ നിലയിൽ അവരും പ്രാർത്ഥിക്കുകയാണ്. അത് പ്രകാശിപ്പിക്കുന്ന, അവർ കാണുമ്പോൾ ആരാണ് ഏറ്റവും പ്രധാനപ്പെട്ട? ആ സൂര്യൻ തന്നെയാണ്. എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ആ സൂര്യ ഭഗവാൻ, അവരെല്ലാം നമുക്ക് അന്നം നൽകട്ടെ. കാരണം ഇതിൻ്റെ എല്ലാ അധിപതികളും നിങ്ങളെല്ലാം ആണല്ലോ. അന്നത്തെ ആഹരിക്കട്ടെ. ഓം. ഇവിടെ എന്താണ് ഈ ഉപനിഷത്ത് മന്ത്രങ്ങൾ കൊണ്ട് പറയുന്നത്? നമുക്ക് തോന്നും ഇതെന്തെന്നായി പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് തോന്നും. പക്ഷേ അതിന് ശരിയായൊരു ആന്തരിക അർത്ഥമുണ്ട്. അത് മനസ്സിലാക്കുമ്പോഴാണ് ഇവർ ഈ പറഞ്ഞതിൻ്റെ കാര്യം പിടികിട്ടുക. പട്ടികൾ സാധാരണ നിലയിൽ ഒന്നിനെയും പിടിച്ചു തിന്നാറൊന്നുമില്ല. പൂച്ചയാണെങ്കിൽ എലീനെയെല്ലാം പിടിച്ചു തിന്നും, മറ്റേനെ അയിനെല്ലാം പിടിച്ചു തിന്നും വിശക്കുമ്പോൾ. പട്ടി അത് ചെയ്യില്ല. വിശക്കുന്നു എന്ന് വെച്ചിട്ട് അടുത്തുള്ള വേറെ ഒന്നും ഇങ്ങനെ പൂച്ചേനെയൊന്നും പിടിച്ച് തിന്നാനൊന്നും പട്ടി ശ്രമിക്കില്ല. പട്ടിക്കെല്ലാം പ്രിപ്പയർ ആയിട്ട് കിട്ടണം, എങ്കിൽ തിന്നോളൂ. എവിടെയെങ്കിലും പോയി കിട്ടിയാണെങ്കിൽ തിന്നോളൂ. അപ്പം അവർക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഏതോ ഒരു ശക്തി വിശേഷമാണ് അവർക്ക് കൊണ്ടു കൊടുക്കുന്നത്. നമ്മളെല്ലാണെങ്കിൽ കണ്ടെത്തിയിട്ട് പാടുപെട്ടിട്ട് അധ്വാനിച്ചിട്ടെല്ലാം തിന്നണം, അല്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷെ പട്ടിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എല്ലാം അതിൻ്റെ മുമ്പിൽ വന്ന് വീണോളൂ. ആരാണ് കൊണ്ടു കൊടുക്കുന്നത്? അത് ആ പട്ടി മനസ്സിൽ കാണുന്നുണ്ട്, ഏതോ ഒരു ഭഗവാൻ മുകളിൽ ഇരിക്കുന്നുണ്ട്. ഉദ്ഗീതം, ഏറ്റവും മുകളിലിരിക്കുന്ന ആ ശക്തി വിശേഷം. അതും ചിന്തിക്കുന്നുണ്ടോ? നമുക്കറിയാൻ പറ്റുമോ? അതും ചിന്തിക്കണ്ട, ഭഗവാനെ എനിക്ക് വരുന്ന വഴിക്ക് എന്തെങ്കിലും കിട്ടണേ എന്ന്. ഇങ്ങനെ നടക്കും, അപ്പം പോകുന്ന വഴിക്ക് കിട്ടും. അപ്പോൾ അതിനറിയാവുന്നത് ഭഗവാൻ, ഏറ്റവും ഉയർന്ന ആ സംഗതി
പിന്നെ അതിനറിയാവുന്നത് മഴ പെയ്യിപ്പിക്കുന്നുണ്ടല്ലോ, ഏതോ ഒരു ശക്തി മഴ പെയ്യിപ്പിക്കുന്നുണ്ട്, അത് വരുണനാണ്. ആ വരുണൻ. കാരണം ഇന്ദ്രനെയൊന്നും അവിടെ പറഞ്ഞിട്ടില്ല, കാരണം ഇത് അധ്വാനിക്കുന്നില്ല. അധ്വാനിക്കുന്ന നമുക്കാണ് അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ വരുന്നത്. അങ്ങനെ വരുണൻ. പിന്നെ ആരാ? എല്ലാവരെയും പരിപാലിക്കുന്ന പ്രജാപതി. പിന്നെ എല്ലാവരെയും പരിപാലിക്കുന്ന ദൈവം. പിന്നെ ആ ദൈവമായിട്ട് അദ്ദേഹം കാണുന്നത് സൂര്യനെയാണ്. അദ്ദേഹമല്ല ഈ അദ്ദേഹം എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. എല്ലാം കഥാപാത്രം മനുഷ്യരെ പോലെ തന്നെയാണ്, ഋഷികൾ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം എന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. പേരെല്ലാം കൊടുത്തിരിക്കില്ല. ഇന്നാളെ മകൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നമ്മളെപ്പോലെ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരെ പറയുന്ന മാതിരി. ആ ഒരു അവതരണ ശൈലിയിൽ നിന്ന് എൻ്റെ നിന്നും വരുമ്പോൾ അദ്ദേഹം എന്ന് വന്നു പോവുകയാണ്. യഥാർത്ഥത്തിൽ ആ പട്ടികൾ അവർ ഭഗവാനെ വിളിക്കുന്ന ആ പട്ടികളുടെ ഭഗവാൻ അല്ലെങ്കിൽ ഉദ്ഗീതം എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. പിന്നെ നോക്കുന്ന ഏറ്റവും മുകളിൽ കാണുന്ന സൂര്യന് അവർക്കും അറിയാലോ. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഉദ്ഗീതത്തിൻ്റെ ലെവല് ഏറി വന്നു കഴിഞ്ഞാൽ ഏതോ ഒരു സങ്കല്പം, അതിനൊരു സങ്കല്പം ഉണ്ടാവും. നമുക്കല്ലേ ഈ ഭക്ഷണം ഇങ്ങനെ കൊണ്ട് തരികയല്ലേ, മനുഷ്യരെ തന്നെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് പട്ടികൾക്ക് തിന്നാൻ വേണ്ടി. ആ പട്ടികൾക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ചിന്തിക്കുന്ന എന്തായിരിക്കും? ഇന്ന് വലിയ ഭയങ്കര പൈസയുള്ള ആൾക്കാരെല്ലാം ഞാൻ കാണാം. നല്ല പൈസയുണ്ട്, വേറെ അധ്വാനിക്കാനൊന്നും പോണ്ട, കെട്ടിക്കിടക്കുന്ന പൈസ. ജോലി എന്ന് പറഞ്ഞാൽ പട്ടീനെ രാവിലെ എണീപ്പിച്ച് കുളിപ്പിച്ച് തിന്നാനെല്ലാം കൊടുത്ത് തുടച്ച് വൃത്തിയാക്കി പൗഡർ ഇട്ട് കൊടുത്ത്. ആ പട്ടി ചിന്തിക്കുന്ന എന്തായിരിക്കും? എന്നെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആളെ പൈസ ഇത്രയും സാമ്പത്തികം. ആ പട്ടിക്ക് അങ്ങനത്തെ കൊടുത്താലേ അത് ജീവിക്കും, അല്ലേ സാധാരണ നാടൻ ഭക്ഷണം കൊടുത്താൽ ചത്തുപോകും. എന്നെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ആ ഉദ്ഗീതം, ആ ഭഗവാൻ മനുഷ്യരെ പണവുമെല്ലാം കൊടുത്തിട്ട് നല്ല സമ്പന്നനായിട്ട് സൃഷ്ടിച്ചിട്ടിരിക്കുകയാണ്. രാവിലെ തന്നെ തൊട്ടിട്ട് അങ്ങേരുടെ കൊച്ചമ്മമാരെല്ലാം കണ്ടിട്ടില്ലേ, എടുത്തുകൊണ്ട് കിടക്കും. മക്കളെ പോലും മര്യാദക്ക് എടുത്തു കിടക്കും. എടുത്തു കടന്നുകൊണ്ട് എല്ലായിടത്തും പോകുമ്പോൾ അപ്പോഴെന്താ അതിൻ്റെ അർത്ഥം? പട്ടികൾ എന്താണ് ചിന്തിക്കുക എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഉദ്ഗീതം, ആ ഭഗവാൻ അതാരാണ്? ഏതോ ഒരു ശക്തിയുണ്ട്. അല്ലേ മഴ പെയ്യിപ്പിക്കുന്ന ശക്തി വരുണനുണ്ട്, അല്ലേ പ്രജകളെ പരിപാലിക്കുന്ന ഏതോ ഒരു ശക്തിയുണ്ട്. ഒന്നുമില്ലെങ്കിൽ സൂര്യൻ തന്നെ. അവസാനം പറഞ്ഞിട്ട് എവിടത്തേക്കാണ് എത്തുന്നത്? സൂര്യൻ. അപ്പം അതിൻ്റെ വീക്ഷണത്തിലും അതിൻ്റെ ഉദ്ഗീതം എന്ന് പറയുമ്പോൾ എവിടത്തേക്കാണ് എത്തുന്നത്? സൂര്യനിലേക്കാണ് എത്തുന്നത്. അതാണ് ആ പട്ടിക്ക് വേണ്ട എല്ലാം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്, ഒരധ്വാനവും ഇല്ല. അതല്ലേ ചില സിനിമയിലെല്ലാം പറയുന്നത് കേട്ടിട്ടില്ലേ? അയ്യോ ആ പട്ടി അങ്ങേരെ എനിക്കൊരു ഒന്നും തരില്ല, ആ പട്ടിയായിട്ടങ്ങ് അങ്ങേരെ പട്ടിയായിട്ടങ്ങ് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പം പട്ടികൾക്ക് എന്തെല്ലാം ആ ശക്തി വിശേഷം, ഒരു അധ്വാനവും ചെയ്യാതെ എല്ലാം നേടിക്കൊടുക്കുകയാണ്. അപ്പം പിന്നെ അതിനെ പ്രാർത്ഥിക്കണ്ടേ? അതപ്പോൾ ഹീം നല്ല ആക്കും അവിടെ കിടന്നുകൊണ്ട്. പട്ടികൾ ശബ്ദം ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ? കൂട്ടം കൂടി ഇരുന്നിട്ട് ഓരോ ശബ്ദങ്ങൾ ഉണ്ടാക്കും, മന്ത്രിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അതിനു വേണ്ടിയുള്ള അന്നം കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ മന്ത്രിച്ചാൽ വല്ലതും കിട്ടുമോ? ഭക്ഷണം വരെ എനിക്ക് കൊണ്ടുത്താന്നും പറഞ്ഞുകൊണ്ട് ഏത് മന്ത്രം ചൊലിച്ചാലും ഒരു ഭക്ഷണം മുമ്പിൽ വരാൻ പോകുന്നില്ല. പക്ഷെ പട്ടികളെ മുമ്പിൽ സുഭിക്ഷമായിട്ട് വരും. പട്ടികളെ നോക്കാൻ പോലും ആൾക്കാരെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് പരിപാലിക്കാൻ. പക്ഷെ നമ്മളെ കാര്യമോ, നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമ്മൾ വായിൽ പോവുള്ളൂ. എല്ലാ മന്ത്രം ഉപയോഗിക്കേണ്ട എവിടെയാണ് നമ്മൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ആ വേദമന്ത്രങ്ങളിൽ പറയുന്ന സയൻസിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്നം കിട്ടും. പക്ഷേ പട്ടികൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വെറുതെ മന്ത്രം ഹൂം ഹീം എന്നെല്ലാം ആക്കിയാൽ മതി.